ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആളുകൾ വളരെ വിഷമത്തോടു കൂടി പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണോ വാസ്തവത്തിൽ? ദൈവം എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്, എന്നാൽ അതിന് ഉത്തരവും തരുന്നുണ്ട്. അതിനെങ്ങനെ ഉദാഹരിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടി ഒരു 5 വയസ്സൊക്കെ പ്രായമുള്ളൂ എന്ന് കൂട്ടുക. അപ്പം അവൻ പറയാണ്, എനിക്കൊരു സൈക്കിൾ വേണം. സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ സൈക്കിളല്ല, മുതിർന്ന ആളുകൾ ഓടിക്കുന്ന വിധത്തിലുള്ള സൈക്കിൾ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഒരു പിതാവ് എന്ന നിലയിൽ, എടാ മോനെ, നിനക്കത് അത് ആ സൈക്കിൾ ചവിട്ടാനുള്ള പ്രായമായിട്ടില്ല, അത് നിനക്ക് ഓടിക്കാൻ പറ്റത്തില്ല, നീ ഇച്ചിരി പ്രായമാകട്ടെ, അപ്പോൾ നിനക്ക് തരാം. അപ്പം ഈ കൊച്ചിൻ്റെ അപേക്ഷ എന്താണ്? എനിക്കൊരു സൈക്കിൾ വേണം എന്നുള്ളതാണ്. ആ അപേക്ഷ ഈ പിതാവ് കേട്ടു. പക്ഷെ അതിൻ്റെ മറുപടി എന്തായിരുന്നു? ഇപ്പം അതിനുള്ള പ്രായം നിനക്കായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല ആളുകളും പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെയായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് അതിനെ നോക്കുമ്പോൾ, നമ്മുടെ അപേക്ഷയെക്കുറിച്ച് വിലയിരുത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അപ്പോഴാവശ്യമുള്ള കാര്യമായിരിക്കില്ല. അതാണ്. പക്ഷെ നമ്മുടെ സങ്കുചിതമായ ചിന്ത വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് മുതിർന്ന ആളുകൾ ചവിട്ടുന്ന സൈക്കിള് 5 വയസ്സിൽ അവന് എന്തിനാണ്? അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് അത് എനിക്ക് വേണം എന്നാണ്. അവൻ്റെ സങ്കുചിത ചിന്ത വെച്ച് അവൻ എന്ത് വിലയിരുത്തുന്നു? അതെനിക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്, പ്രയോജനപ്രദമാണ്, അത് ചവിട്ടാൻ പറ്റും എന്നാണ്. ഇല്ലെന്നുള്ളത് യാഥാർത്ഥ്യം കുറേ കൂടെ മുതിർന്ന വ്യക്തികൾക്കറിയാം. ഇതുപോലെ നമ്മുടെ സങ്കുചിത ചിന്തയിൽ നമ്മൾക്ക് പല സംഗതികളും ആവശ്യമാണ് എന്ന് അപ്പോൾ തോന്നുന്നു. പക്ഷേ ദൈവത്തിന് വളരെയധികം ദീർഘവീക്ഷണമുള്ള ആളാണ്. നമുക്കകത്ത് അപ്പം തന്നെ ഒരുപക്ഷെ നമ്മുടെ അപേക്ഷ സഹായിച്ചു തരാത്തതിൻ്റെ പിന്നിൽ പല നന്മകളും ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഇപ്പം ഞാനൊരു ഒരു ഒരു സങ്കടകരമായിട്ടുള്ള ഉദാഹരണം പറയാം. സങ്കടം എന്ന് വെച്ചാൽ അത് സങ്കടകരമല്ല, പക്ഷേ ദൈവം രക്ഷിച്ച വിധത്തെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയയിലുള്ളതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ രാത്രി ഒരു 7 മണി 7:30 ആയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇന്നിവിടെ വിശ്രമിച്ചിട്ട് നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം എന്നുള്ള വാശിയിലായി. അപ്പോൾ അവർ പറഞ്ഞു, ലാസ്റ്റ് 8 മണിക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അതിന് തയ്യാറായി. ഏതായാലും ഓടിക്കേറി റോട്ടിൽ ചെന്നപ്പോഴേക്കും ലാസ്റ്റ് പോകാനുള്ള KSRTC അങ്ങ് പോയി. അപ്പോൾ എനിക്ക് വളരെ ദേഷ്യം വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലായിരുന്നോ എനിക്കിതിന് പോകണമെന്ന്? പക്ഷെ നിങ്ങളെ നിർബന്ധിച്ച് വെറുതെ സമയം കളഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് അത് വണ്ടി നഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിലപിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു സൗണ്ടും കേട്ടു, കാർച്ചയും ബഹളവും എല്ലാം കേട്ടു. ഞങ്ങൾ അങ്ങോട്ട് പാഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോകാൻ ഉദ്ദേശിച്ച ലാസ്റ്റ് വണ്ടി അവിടെ ഒരു വളവിൽ മറിഞ്ഞങ്ങ് താഴെ കൊക്കയിലേക്ക് പോയി. ഒരാളതിനകത്ത് മരിച്ചു. അപ്പോൾ ഈ സംഗതി എന്താണ് സൂചിപ്പിക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ദീർഘവീക്ഷണത്തിലൂടെ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്കത് അപ്പോൾ ആവശ്യമായിരിക്കില്ല. അതിന് പിന്നിൽ നന്മയുണ്ടാവും. ഇപ്പം ഇതിൻ്റെ പിന്നിൽ നന്മയില്ലായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കി. അവരെന്നെ നിർബന്ധിച്ചു. അപ്പം ഞാൻ എൻ്റെ പിടിവാശിയിൽ അങ്ങ് പോയിരുന്നെങ്കിലോ? ചിന്തിച്ചു നോക്കി. അപ്പം ഇങ്ങനെ പല സംഗതികളും നമുക്ക് അപ്പോൾ ഉത്തരവാദിത്തം കിട്ടാത്തതിൻ്റെ പിന്നിൽ വലിയ ചില കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പഴിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനകത്ത് നന്മയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലായിരിക്കില്ല ദൈവം പലപ്പോഴും നമുക്ക് മറുപടി നൽകുക. ആ ഒരു പ്രത്യേക സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രായോഗിക ജ്ഞാനം നൽകിത്തരുന്നുണ്ട്. ചിലപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്നു, മനസ്സിൻ്റെ സമാധാനം നൽകിത്തരുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മറുപടി ചിലതിന് കിട്ടാത്തതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ വിലയിരുത്തുമ്പോൾ അത് അപ്പോൾ വേണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ നന്മയുണ്ട്. അതാണ്. ഈ കുട്ടിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ദീർഘവീക്ഷണമുള്ള ദൈവത്തിന് നമ്മുടെ അപ്പോഴത്തെ ആവശ്യം സാധിച്ചു തരേണ്ട ആവശ്യം കാണുക. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിനെതിരെ മുഷിഞ്ഞു പോകേണ്ട, മറിച്ച് ദൈവം കാര്യങ്ങളെല്ലാം വിലയിരുത്തും, നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം തരുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള സംഗതി മനസ്സിലാക്കുക. പിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരം പ്രദാനം ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.